ഫാദർ ഫിലിപ്പ് കവിയിൽ നമുക്കൊപ്പം ചേരുകയാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ വിഷൻ അദ്ദേഹം ചേരുന്നു. എന്തായാലും ഈ കാത്തിരിപ്പുകൾക്കൊടുവിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിക്കുന്നു. ഇന്ന് 9 ദിവസത്തിന് ശേഷമാണ് പുറത്തു വരുന്നത്. സന്തോഷകരമാണ് ഈ നിമിഷങ്ങൾ. എങ്ങനെ പ്രതികരിക്കുന്നു? വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട 2 സിസ്റ്റർമാർക്ക് ജാമ്യം ലഭിച്ചു എന്ന് കേൾക്കുന്നതില്. എന്നെ കേൾക്കാമോ? കേൾക്കാം, തീർച്ചയായിട്ടും പറഞ്ഞോളൂ. വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ 9 ദിവസമായിട്ട് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് തുറുങ്കിൽ അടയ്ക്കപ്പെട്ടു. വളരെ നരകതുല്യമായ യാതനകൾ അനുഭവിച്ചു. ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ജനങ്ങളും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടി നിരത്തിലിറങ്ങിയുണ്ടായി. അഭ്യന്റെ പിതാക്കന്മാരും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും നീതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായിട്ട് പുറത്തിറങ്ങി. അത് സഹായിച്ചവരെ ഒക്കെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. രാഷ്ട്രീയ രംഗത്തും അല്ലാതെയുള്ള സഹായിച്ചവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ വാർത്ത വളരെ സന്തോഷകരമാണ്. തുടർന്നും അവർക്ക് നീതി ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്നലെ ഇപ്പൊ യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷന്റെ അല്പം പിന്നോട്ട് പോക്കാണോ ജാമ്യം കിട്ടിയതെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുന്നുണ്ടോ? ചില ആഭ്യന്തരമന്ത്രിയുടെ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല എന്ന വിമർശനം പൊതുവിൽ ഉയർന്നതാണ്. അതെ, അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അത് സാങ്കേതിക കാര്യങ്ങളാണല്ലോ. അതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായം പറയാൻ ഇപ്പോൾ സാധിക്കുകയില്ല. ഏതായാലും നമുക്ക് എല്ലാവർക്കും സന്തോഷം പകരുന്നൊരു കാര്യമാണ് ഈ അനീതിക്കെതിരെ ഇപ്പൊ ഒരു പൊതുവായ നിലപാടുണ്ടായത്. കോടതികൾ ഇടപെട്ടത്, കോടതികൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് ജാമ്യം അനുവദിച്ചു എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. വളരെ നന്ദി ഫിലിപ്പ് കവിയിൽ പ്രതികരിച്ചതിന്. എന്തായാലും ആ സന്തോഷ നിമിഷമാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. പൊതുവിൽ കന്യാസ്ത്രീകളുടെ ഈ ജാമ്യം അത് പൊതുവിൽ അങ്ങേയറ്റം സന്തോഷം തോന്നുന്ന കാര്യമാണ്. കാരണം അവർ ആ ജയിലിൽ അടക്കം അനുഭവിച്ച ക്ലേശകരമായ അനുഭവങ്ങൾ പലവട്ടം പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കുടുംബാംഗങ്ങളൊക്കെ, സിസ്റ്റർമാരുടെ കുടുംബാംഗങ്ങളൊക്കെ പ്രതികരണം വരുന്നുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. അത്തരത്തിൽ പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഏറെ സുപ്രധാനമായ തീരുമാനമാണ്. മാധ്യമപ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും നന്ദി പറയുന്നു. ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം കൂടി വരുന്നുണ്ട്. ആക്രമണം നടത്തിയ പോലീസിനെതിരെ നടപടി വേണമെന്ന് ജോസ് കെ മാണി ആവശ്യപ്പെടുന്നു. കേരളത്തിൻ്റെ ആകെ വിജയമെന്ന് പി സന്ദേശ് കുമാർ MP പറയുന്നു. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്രതികരണം വരുന്നു. സിസ്റ്റർ വന്ദനയുടെ അച്ഛൻ്റെ പ്രതികരണം ഇതാണ്. എല്ലാവർക്കും നന്ദി എന്നാണ് സിസ്റ്റർ വന്ദനയുടെ അച്ഛൻ പ്രതികരിക്കുന്നത്. മിഥുൻ, ഇത് രാജ്യത്ത് തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു രാഷ്ട്രീയ വിഷയമായി മാറിക്കഴിഞ്ഞു. കേരളം ഒന്നടങ്കം ഇതിൽ നിലപാടെടുക്കുകയാണ്. BJP പോലും സിസ്റ്റർമാർക്ക് അനുകൂലമാണ് നിലപാടെന്ന് പറയുന്നു. പക്ഷേ അവർക്ക് മുന്നിലുണ്ടാകുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചെറുതല്ല. എന്താണ് പൊതുവിൽ ഇപ്പോൾ പുറത്തു വരുന്ന പ്രതികരണങ്ങൾ? എങ്ങനെയാണ്? കോടതിക്കും പുറത്തുള്ള സാഹചര്യം എന്താണ്? അവർ എപ്പോഴേക്ക് പുറത്തു വരും? സജിത്ത്, വളരെ വൈകാരികമായ നിമിഷങ്ങൾക്കാണ് ഈ കോടതി പരിസരവും ഒപ്പം തന്നെ ഈ ദുർഗ് ജയിലിന് മുന്നിലും സാക്ഷ്യം വഹിക്കുന്നത്. കാരണം ഈ സിസ്റ്ററിന്റെ സഹോദരൻ ഈ ജനപ്രതിനിധികളെ, അതായത് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളെ ആലിംഗനം ചെയ്ത് കരയുന്ന കാഴ്ചയൊക്കെ കാണാൻ സാധിക്കുന്നു. അത്രത്തോളം വൈകാരികമായ നിമിഷം തന്നെയാണ്. കാരണം ഏറെ സന്തോഷപ്പെടുത്തുന്ന വാർത്തകൾ കൂടിയാണ് പുറത്തു വരുന്നത്. അതായത് ഒരു തെറ്റും ചെയ്യാത്ത 2 കന്യാസ്ത്രീകളെ എന്തിനിങ്ങനെ ക്രൂശിക്കപ്പെട്ടു. ഇതിലേക്ക് വരാം. ജോൺ ബ്രിട്ടാസ് MP നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ജാമ്യം കിട്ടിയിരിക്കുന്നു. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? എങ്ങനെ പ്രതികരിക്കും? ടെലിവിഷൻ ലൈവ് പോരെ. അതായത് ഞങ്ങളിപ്പോൾ ദുർഗ് സെൻട്രൽ ജയിലിലാണ് ഉള്ളത്. രാവിലെ ഞങ്ങൾ കന്യാസ്ത്രീകളെ കണ്ട് ഇറങ്ങിയിരുന്നു. ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു 11 മണിക്ക് ജാമ്യം കിട്ടുമെന്ന്. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഇപ്പൊ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. അതായത് അകാരണമായി ജയിലടയ്ക്കപ്പെട്ട ആ 2 കന്യാസ്ത്രീകളും അതുപോലെ തന്നെ ആ ആദിവാസി ചെറുപ്പക്കാരും മോചിതരാകൂ എന്നുള്ളതിൽ. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഛത്തീസ്ഗഡിനെ ചൂഴ്ന്നു നിൽക്കുന്ന വലിയൊരു പ്രതിസന്ധി ചർച്ച ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. അതായത് ഇതുപോലെ തന്നെ ഒരുപാട് പീഡനങ്ങൾക്കിരയായിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരെ, മറ്റു ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിഭീകരമായിട്ടുള്ള വേട്ടയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പോരാട്ടം ഇവിടെ അവസാനിക്കാൻ പാടില്ല. ഇപ്പോൾ കേരളം ഒന്നടങ്കം ഇതിനുവേണ്ടി ഉയർത്തെഴുന്നേറ്റു, ഒന്നടങ്കം നിലകൊണ്ടു. അതുപോലെ തന്നെ ഒരു മെയ്യോടെ ഒരു മനസ്സായി മുന്നോട്ട് നിൽക്കണം, മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ജാമ്യം കിട്ടിയെങ്കിൽ കൂടിയും നിയമ നടപടികൾ തീരുന്നില്ല, പ്രതിസന്ധികൾ തീരുന്നില്ല. അതൊരു വെല്ലുവിളിയായി തുടരും. എന്താണ് ഈ തുടർ നീക്കം? ഏത് തരത്തിലുള്ള പിന്തുണ കേരളത്തിന്റെ ഒരു ഉറപ്പിക്കാര്യത്തിൽ ഉറപ്പുവരുത്താൻ കഴിയും നമുക്ക്? അതായത് ഈ FIR കോഷ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് മാത്രമല്ല, അതായത് മനുഷ്യക്കടത്ത്, മതപരിവർത്തനം എന്നുള്ള ഗുരുതരമായിട്ടുള്ള കേസുകൾ, കള്ളക്കേസുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ജാമ്യം എന്ന് പറയുന്നത് ഭാഗികമായിട്ടുള്ള വിജയം മാത്രമാണ്. പക്ഷെ ഇനിയാണ് ഈ പോരാട്ടം കിടക്കുന്നത്.
ഇത് ഈ FIR മാത്രമല്ല, നിരവധി FIRകളുണ്ട്. ഈ ഛത്തീസ്ഗഡിൽ എത്രയോ വർഷങ്ങളായിട്ട് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പെൺകുട്ടികൾ വന്ന നാരായൺപൂർ എന്നുള്ള സ്ഥലത്ത് 2022 23 എന്നാ വേട്ടയാണ് നടന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഭീകരാന്തരീക്ഷം മാറണം, അതിനെതിരെ പോരാടണം. ഇന്ന് പോലും ഇവിടെ ഞങ്ങൾ ഈ ദുർഗയിലുള്ള ഈ ജയിലിൽ നിൽക്കുമ്പോൾ ഇവിടെ പ്രചരിച്ചിട്ടുള്ള ഡിജിറ്റൽ പോസ്റ്റർ ഉണ്ടായിരുന്നു, വാട്സപ്പ് പോസ്റ്റർ ഉണ്ടായിരുന്നു. ഈ 2 കന്യാസ്ത്രീകളുടെ പടം വെച്ച് ഇവരെ ഭീകരരെ ആയിട്ട് തുലനം ചെയ്ത് ഇവർ മനുഷ്യക്കടത്ത് നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ ആഭ്യന്തരമന്ത്രിയെ കണ്ടതിന്റെ പശ്ചാത്തലത്തിലും വലിയ സമ്മർദ്ദവും വലിയ പ്രതിഷേധവും ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇതിനൊരു ശ്രദ്ധ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതുപോലുള്ള അനേകം കേസുകൾ ഇവിടെ ഉണ്ട്. വളരെ നന്ദി ജോൺ ബ്രിട്ടാസിന്റെ ഇപ്പോൾ സംസാരിച്ചു തോന്നല്ലേ, മകനൊക്കെ അവിടെയുള്ള ആളുകൾ സംസാരിച്ചു തോന്നല്ലേ. എന്താ പറയാനുള്ളത്? ഒരുപാട് പേര് കാണാനായിട്ട് വന്നിരുന്നു അപ്പച്ചനെയൊക്കെ. ഒന്നും പറയാനില്ല. ഇത് എനിക്ക് വളരെ സമാധാനം. പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥനയാണ്. എനിക്ക് കുറച്ച് മുമ്പ് വരെയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ 9 ദിവസമായി നമ്മൾ ഇതിന്റെ പിറകിലുണ്ട്. അത് ആദ്യമേ ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി ഞങ്ങളുടെ ഒപ്പം നിന്ന എല്ലാ ഭരണാധികാരികളോടും ഒപ്പം സഭാ നേതാക്കളോടും നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ MLA ഈ സംഭവം അറിഞ്ഞ അന്ന് മുതൽ ഞങ്ങളോടൊപ്പമുണ്ട്. ഈ നിമിഷം വരെ വിധി പറയുന്നവരെ ഞങ്ങളുടെ ഒപ്പം നിന്ന് MLA ഞങ്ങൾ പ്രത്യേകം നന്ദിയോടെ ഓർക്കണു. ഒപ്പം പ്രത്യേകം MLAക്ക് വേണ്ടി നന്ദി പറയണു. ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം MLAയുടെ ഒരു വിഷമമായി കണ്ട്, MLAയുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ കണ്ട് ഞങ്ങളോടൊപ്പം നിന്ന് MLAക്ക് പ്രത്യേകം നന്ദി. എല്ലാ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും എല്ലാവരും തന്നെ ഇത് പൊതുവായൊരു പ്രശ്നം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്നു. അത് ഞങ്ങൾക്കൊരു കരുത്തായിരുന്നു, ഒരു ആശ്വാസമായിരുന്നു. വിവിധ സന്നദ്ധ സംഘടനകൾ, അതോടെ പ്രാദേശിക നേതാക്കൾ, ബന്ധുമിത്രാദികൾ, അതുപോലുള്ള മീഡിയ, ഇതൊക്കെ ഈ വിഷയം അറിഞ്ഞ അന്നു മുതൽ ഇതൊരു പൊതുവായൊരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ വളരെ രീതിയിലുള്ള പ്രതിഷേധം പൊതുവിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇതിന് ഒരു പൊതുവായ പ്രശ്നമായി കണ്ട് ഇതിൻ്റെ എല്ലാവിധ സപ്പോർട്ടും തന്നെ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്ന എല്ലാവർക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇതിപ്പോൾ എല്ലാവർക്കും ഒരു സാങ്കേതികമായി ഉണ്ടായ ഒരു കേസാണെന്നൊക്കെയാണ് പൊതുവെ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് ബാക്കി നീണ്ടുപോകാതെ ഈ കേസ് തന്നെ പിൻവലിക്കണമെന്നാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരാവശ്യം. ഇതിനു വേണ്ടി പ്രാർത്ഥനാ സഹായങ്ങൾ പറഞ്ഞ നിരവധി ലക്ഷക്കണക്കിന് ജനങ്ങൾ നമ്മുടെ കൂടെ നിന്നു. നാനാജാതി മതവിഭാഗത്തിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഇനി ഒരു കന്യാസ്ത്രീമാർക്കോ ഒരു പ്രേക്ഷിതർക്കും ഇനി ഉണ്ടാവരുത്. ഇനി കോടതിയുടെ കൂടുതൽ നീണ്ടുപോകാതെ ഈ കേസ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി. മീഡിയക്കാർക്ക് എല്ലാവർക്കും, രാഷ്ട്രീയ നേതാക്കന്മാർ, മതമേലധ്യക്ഷന്മാർ, ഇഷ്ടംമാതിരി ആൾക്കാർ വന്നു. അതിനുള്ള സപ്പോർട്ടിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി. സിസ്റ്റർ പ്രീതിയുടെ വീട്ടിൽ നിന്നുള്ള പ്രതികരണമാണ് കാണുന്നത്. കുടുംബാംഗങ്ങളെല്ലാവരും നന്ദി പറയുന്നു. എന്തായാലും കുടുംബം കടന്നുപോയ വളരെ ക്ലേശകരമായ ഒരു സാഹചര്യമുണ്ട്. അതിൽ സഹായങ്ങൾ വിവിധ വഴിയിൽ കിട്ടി. എന്തായാലും എല്ലാവർക്കും നന്ദി പറയുന്നു. മാതാവ്, പിതാവ് അടക്കമുള്ളവരാണ് വളരെ വൈകാരികമായ വിഷയത്തിൽ പ്രതികരിച്ചത്. എല്ലാവരും ഒപ്പം നിന്നു കേരളം എന്നതുകൂടിയാണ് ഇവർ പറയുന്നത്. പക്ഷേ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം ഇതിൻ്റെ നിയമവ്യവസ്ഥ